എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നം. അത് അവർ ചീത്ത വിളിച്ചാണ് നമ്മൾ കണക്കാക്കിയാൽ മതി. എന്താ അവരുടെ പുറകെ പോവുക. ഹലോ പാർട്ട്ണർ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. 2025 നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് സെറ്റ് ആയിരിക്കുകയാണ്. നമ്മളൊരു യൂറോപ്പ് ട്രിപ്പാണ് പോകുന്നത്. ഏതൊക്കെ കൺട്രീസാണ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ബാഗ് പാക്ക് ചെയ്യുന്നതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വിഷു ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് കടയിൽ ഫുള്ള് തിരക്കായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹർബറിയായിട്ടാണ് പാക്ക് ചെയ്തത്. ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. ഇപ്പോൾ ഏകദേശം ടൈം 10:30 ആയിട്ടുണ്ട്. 3:30 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് പെട്ടെന്ന് കൊച്ചി എയർപോർട്ടിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഇസാൻ പോവാം, യൂറോപ്പ് പോവാം. ബൈ. ഇപ്പം പെട്ടിയൊക്കെ എടുത്ത് വെക്കട്ടെ. ഇപ്പം നമ്മളിതാ ഫുള്ള് പെട്ടി കാര്യങ്ങളെല്ലാം ഫുള്ള് പാക്ഡാണ്. ഇപ്പം നമ്മൾ പെട്ടി എല്ലാം ലോഡ് ചെയ്ത് ഇത് രണ്ടെണ്ണം ഞാൻ നേരത്തെ കയറ്റി, കാരണം ഇത് 28 കിലോ ഉണ്ട്. 2 പേര് വേണം പെട്ടിയൊക്കെ പൊക്കി കയറ്റാനായിട്ട്. അളിയനാണ് നമ്മളെ ഇന്ന് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നത്. ഫാരിസ് എത്ര ടൈം എടുക്കും നമ്മൾ എയർപോർട്ടിലോട്ട്? 1 മണിക്കൂർ. നമ്മൾ മൂവാറ്റുപുഴ ടൗണ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ കൂടെ പോകുമ്പോൾ ഇതേപോലത്തെ ഒരുപാട് തടി ലോറികൾ ഇങ്ങനെ കാണാം. ഇതെല്ലാം ഫ്ലൈവുഡ് ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന തടികളാണ്. മോസ്റ്റ്ലി റബ്ബറിൻ്റെ തടിയാണ് ഇത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തടി ലോറി ആയിരിക്കും ഈ റോഡ്. ഇതാ അമ്മ പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് വരാം. ഇത് കൊച്ചിൻ എയർപോർട്ടിൽ പുതിയതായിട്ട് അവർ ഇറക്കിയിട്ടുള്ളൊരു ഫയർ എഞ്ചിനാണ്. പോട്ടാ. ബൈ ബൈ മോസ്. ബൈ ബൈ. നടന്നോ. നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് 3:30 ഫ്ലൈറ്റ് കയറി നേരെ ഷാർജ എയർപോർട്ടിലേക്ക്, റിവേഴ്സ് ഫ്ലൈറ്റ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റിൽ കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. ഒരുപാട് ലഗേജ് ഉണ്ട്. 2 വലിയ പെട്ടി, അത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യും. ഇത് നമ്മൾ ക്യാബിൻ ബാഗായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നം. നമ്മുടെ സെക്കൻഡ് സെക്ടർ ആഡ് ആയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാർജയിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവരുടെ സെർവറിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനൊരു 5 മിനിറ്റ്സ് ഡിലേ എടുക്കും. ഇക്കാടെ ആയി, എൻ്റെ മോൻ്റെ ആയിട്ടില്ല. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഷാർജ എയർപോർട്ടിലേക്ക് വിളിച്ച് നോക്കിയിട്ട് ഇപ്പം തന്നെ റെഡിയാവും. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. അവൻ ഉറങ്ങുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബേബി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പ്രയോറിറ്റി ചെക്കിനാണ്. അവർ പെട്ടെന്ന് വിളിച്ചൊരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റിംഗ് തന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചെക്കിനൊക്കെ ചെയ്തു. നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. രാവിലെ വന്നിട്ട് 3:30 നമ്മുടെ ഫ്ലൈറ്റ്. ഇഷാൻ എസ്കലേറ്റർ എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന് നോക്കാം. ഇഷാൻ ടൂറ് പോവാ. ഇഷാനോ 1 ഇയർ ആയിട്ട് ടൂറ് പോവാ. ഫിഷ് എവിടെ? നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ എയർപോർട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിൽ ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്താ കിട്ടുക നമുക്ക് നോക്കാം. പാതിരാത്രിയൊക്കെ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് നമ്മൾ ചിക്കൻ മേടിക്കാമെന്ന് വെച്ചു. ഇപ്പം തന്നെ സമയം 2 o'clock ആയി. അപ്പോൾ പുള്ളി ബർഗർ മേടിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ എണീറ്റിരിപ്പുണ്ട്. അവളോട് ബേബി ആയിട്ടിരിക്കുന്നു. അവൻ്റെ കാറ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കണം.
ഇത് വേണോ? അത് വേണോ ഇസാൻ? അത് വേണോ? ഭയങ്കര ക്യൂ കേട്ടോ കയറാനായിട്ട്. ഇത് ഫ്ലൈറ്റിൽ കയറാനായിട്ടുള്ള ക്യൂ ആണ്. നീ കണ്ണു തുറക്കുമ്പോൾ ഷാർജയിൽ നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിൽ കയറി നമുക്ക് അപ്ഗ്രഡേഷൻ കിട്ടി. നമ്മൾ സെക്കൻഡ് റോ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ലെഗ് സ്പേസ്, ബേബി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ലെഗ് സ്പേസ് നമുക്ക് വേണമായിരുന്നു. അതുപോലെ നമുക്ക് ഒരു സീറ്റ് 3 സീറ്റ്സിൽ 1 സീറ്റിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടെ റെസ്റ്റ് എടുത്ത്, ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പക്ഷെ റെസ്റ്റ് എടുത്ത് പോവാം. നല്ലൊരു സീറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ബേബിയൊക്കെ ഒന്ന് ഉറങ്ങി ഞങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും നമ്മൾ അബുദാബി എത്തും. അബുദാബി ഷാർജ. അതെ, ഷാർജ എത്തും. ഷാർജ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പം നാട്ടിലത്തെ ഒരു 8:15 നമ്മൾ ഷാർജയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് 3:30 ഫ്ലൈറ്റ് എടുത്തു. ഒരു 8:15 ആയപ്പോൾ നമ്മൾ ഷാർജയിലെത്തി. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇവിടുന്ന് ബോർഡ് ചെയ്യണം. നമ്മൾ 4 മന്ത്സ് കഴിഞ്ഞിട്ട് സെയിം സ്പോട്ടിൽ. അന്ന് ഇവൻ ക്രോൾ ചെയ്യായിരുന്നു, ഇനി ഇവൻ വാക്ക് ചെയ്യും. ഇസാൻ എവിടെയാ? എവിടെയാണ്? ഗുഡ് മോർണിംഗില് നല്ലൊരു വൈബ് കിട്ടിയിട്ടുണ്ട് ആക്ക്. ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. അതും എയർ അറേബ്യ തന്നെയാണ്. ഒരാൾ മൈക്കിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നുണ്ട്. ഒരു 7 അവർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ബേബിയെ നമ്മൾ ഫ്രഷപ്പ് ആക്കി. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്രഷ് ആവണം. നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. ഷാർജ എയർപോർട്ടിൽ കഷ്ടിച്ച് 1 മണിക്കൂറുണ്ടായിരുന്നു നമുക്ക്. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ബോർഡിംഗ് കോഡ് വന്നത്. അപ്പം ഞാൻ ഇവനെ ഒന്ന് ഫ്രഷാക്കി, ഞാനൊന്ന് ഫ്രഷായി. ഒരു പെട്ടെന്നൊന്ന് ഫ്രഷായിട്ട് നമ്മൾ പെട്ടെന്ന് ബോർഡ് ചെയ്തു. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് ഓസ്ട്രിയ. ടൈമാണ് ഇത്രയും ഫ്ലൈറ്റിൽ കയറിയേക്കുന്നതിന്. ഒരു ഫ്ലൈറ്റ് അവൻ എൻജോയ് ചെയ്ത് നോക്കി നിന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറുമ്പോഴേ ഉറക്കം. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉറക്കം, ഏതൊരു ഡെസ്റ്റിനേഷൻ എണീറ്റ് കഴിഞ്ഞിട്ട് എണീക്കലും നമുക്ക് സുഖം. പക്ഷെ ആദ്യമായിട്ടാട്ടോ ഫുള്ള് എൻജോയ് ചെയ്യുന്നത് അവന്. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ജീര റൈസ് വിത്ത് ബട്ടർ ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ ഒരു പെപ്സി ഡ്രിങ്ക് ഉണ്ട്, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ആൻഡ് യോഗേർട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഇറാനിലാണോ അതോ ഇറാഖിലാണോ എന്ന് അറിയത്തില്ല. അത് ചൈനയിലൊന്നും അറിയത്തില്ല. ദൂരെ ഒരുപാട് മഞ്ഞുമലകൾ വന്നത്, ഭയങ്കര വലിയ ഈ മഞ്ഞ് പൊതഞ്ഞു കിടക്കുന്ന മലകൾ നമുക്ക് വിൻഡോയിൽ കൂടെ കാണാൻ പറ്റും. എത്രത്തോളം താഴെ നല്ല പോലെ ക്യാമറയിൽ ഫോക്കസ് ആവുന്നുണ്ടോ എന്നറിയില്ല. അതൊന്നും ക്ലൗഡ് ബഡ്സ് അല്ല, നല്ല വലിയ മഞ്ഞ് മലകളുണ്ട്. താഴെ കുറേ പുഴയുണ്ട്. ഏതാ സ്ഥലം എന്നൊരു ഐഡിയ ഇല്ല. ഒരു ബോർഡർ പോലെ ഫീൽ ചെയ്യുന്നു. ഒരു ഡ്രൈ ഏരിയ ആണ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്താ കഴിക്കുന്നത്? ബ്ലൂബെറി ആണോ? ബ്ലൂബെറി ആണോ? നമ്മുടെ ഇന്ത്യൻ ടൈം വെച്ച് ഇതിന്റെ ലഞ്ച് ടൈം കഴിഞ്ഞു. നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ചോറൊക്കെ കഴിച്ചു, ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഇപ്പം ബ്ലൂബെറി മഫിൻ കഴിക്കും. മഫിനായിട്ട് തോന്നുന്നില്ല, ഇസാന്റെ മഫിനാണ്.
നല്ല നടന്ന് ഓടണം എന്നുണ്ട്, പക്ഷേ ഇവിടെ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഓർഡറിൽ നടക്കില്ല, ഇങ്ങനെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഇരുത്തിയേക്കുവാണ്. നമ്മൾ ഓസ്ട്രേലിയ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിയന്ന ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇവിടെ ക്യാമറാസ് അത്ര പെർമിറ്റഡ് ആണോന്ന് അറിയില്ല. അപ്പം എക്സിറ്റ് ചെയ്ത് ലഗേജ് എടുത്ത് എക്സിറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. നമ്മളങ്ങനെ എക്സിറ്റായി. ഇനി ബാഗേജ് ഒക്കെ കളക്ട് ചെയ്യണം, അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി നമുക്ക് പിക്ക് ചെയ്യാനുള്ള ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി എന്തായാലും ഇവിടെ ഒരു 1 o'clock ആയി, പോയിട്ട് ലഞ്ച് കഴിക്കണം. പിന്നെ അതിനൊരു ഹോട്ടൽ നോക്കി ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യും. യൂറോപ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് അടിപൊളി കാലാവസ്ഥ, ഒരു ലൈറ്റ് വെയിലും തണുത്ത കാറ്റും. വെയിൽ കണ്ടാത്തൊന്നും ഭയങ്കര ചൂടാണ്, അല്ല നല്ലൊരു കോസി ആയിട്ടുള്ളൊരു വെയിലത്ത് നല്ലൊരു തണുപ്പ്. യൂറോപ്പ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് സമ്മറാണ്. ഇവരുടെ ഒരു യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ വർഷം മൊത്തം പണിയെടുക്കും. എന്നിട്ട് സമ്മർ ഒരു 2 മാസം അവർ അടിച്ചു പൊളിക്കും, കയ്യിലുള്ള പൈസ മൊത്തം തീർക്കും. എമിറേറ്റ്സിൻ്റെ അവരുടെ പുറകെ പോകാനായിട്ടാ ചെക്കനതാ. അവര് ക്യാബിൻ ക്രൂ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് കയറി പോവാണ് ഒരു ബസ്സിൽ. വിസ എന്താ അവരുടെ പുറകെ പോവുക. എവിടെ പോകുന്നു നമ്മള്? പക്ഷെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റി സൈഡിലേക്കാണെന്ന് തോന്നുന്നു. ദൂരെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ അപ്പിയർ ആയി തുടങ്ങി. പക്ഷെ ഭയങ്കര രസമായിട്ടൊക്കെ കാണാനായിട്ട്. ഞാൻ UK വിട്ടതിന് ശേഷം കുറേ നാൾക്ക് ശേഷമാണ് യൂറോപ്പിലേക്ക്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതുപോലത്തെ ഒരുപാട് പ്ലാന്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ കെമിക്കൽ പ്ലാന്റുകളാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ കുറേ ഒരു ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്ലാന്റുകൾ, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഭയങ്കര വൃത്തിയാട്ടോ എല്ലാം. നമ്മൾ യൂറോപ്യൻ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വൃത്തിയെ പറ്റിയാണ് നമ്മൾ പറയേണ്ടത്. എങ്ങോട്ട് നോക്കിയാലും വൃത്തിയാണ്. ഒരു രീതിയിലുള്ള എന്താ പറയുക, അഴുക്കുകളോ കാര്യങ്ങളോ വേസ്റ്റുകളോ കൂന കൂട്ടിയിട്ടേക്കുന്നൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. പ്രോപ്പർ ഇതൊരു സിറ്റിയിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 30 minutes ഡ്രൈവ് ഉണ്ട് നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് പോവുക. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയൊരു സിറ്റി ടൂറിന് വേണ്ടിയിട്ട് ഇറങ്ങും. അതിനുശേഷം ഡിന്നറും കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യും. ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ഇന്നത്തെ ദിവസം ഇല്ല. നമുക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് സിമ്മൊക്കെ എടുത്തിരുന്നു. എൻ്റെ പേര് വന്നിട്ട് ലോറൻസ് എന്നാണ്. പുള്ളിയാണ് നമ്മളിപ്പം റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. റോഡൊക്കെ കണ്ടില്ല, അടിപൊളി. വിയന്ന എന്ന് പറയുന്നത് ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്, കാർസൊക്കെ വളരെ കുറവാണ്. റോഡ് കണ്ടാൽ മനസ്സിലാവും. എബൌട്ട് 9 million ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സിറ്റിയിൽ. ഇവിടെ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മനാണ് ബേസിക്കലി. പിന്നെ കറൻസി വൈഡ്ലി യൂറോസ് അക്സെപ്റ്റഡ് ആണ്. പക്ഷേ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചേഞ്ച് തരുന്നത് ഇവരുടെ ലോക്കൽ കറൻസിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കൺവേർഷൻ റേറ്റ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഒരു ബെറ്റർ ടു ക്യാരി ഒരു കാർഡ് ക്യാരി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ടൂർ ഗൈഡ്, പുള്ളിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് തരുന്നത്. ഇവിടുത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പം ഹോണടിയില്ല. പുറകിൽ ഹോണടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു
അത് അവർ ചീത്ത വിളിച്ചാണ് നമ്മൾ കണക്കാക്കിയാൽ മതി. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ കുറച്ച് എക്സ്പെൻസീവാണ്. ഇപ്പം ബോട്ടിലിന് വന്നിട്ട് €1, €1.5 ഒക്കെ വരും ചെറിയൊരു ബോട്ടിൽ വാട്ടറിന്. അപ്പോൾ ഇവിടെ വൈഡ്ലി ടാപ്പ് വാട്ടർ ഡ്രിങ്കബിളാണ്. യൂറോപ്പിലെ ഏറ്റവും നല്ല വാട്ടർ കിട്ടുന്നത് ഒന്ന് ഓസ്ട്രിയയും പിന്നെ അതേപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലുമാണ് ഏറ്റവും നല്ല വെള്ളം കിട്ടുന്നത്. ഇതൊരു വെക്കേഷൻ ടൈമാണ് ഇവിടെ യൂറോപ്പിൽ. നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം മൊത്തം പണി ചെയ്യുന്നു, 3 മാസം അടിച്ചു പൊളിക്കുന്നു, പിന്നെയും പണി ചെയ്യുന്നു, 3 മാസം അടിച്ചു പൊളിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. നമ്മളിതാ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. 100 meters walk ഉണ്ട്. നമ്മൾ പക്ഷെ നല്ല രസമല്ല, നല്ല ഭംഗിയുള്ള സ്ഥലം. ഞങ്ങൾ കാണിച്ചു തരാൻ തിരിച്ചു. ഒന്ന് നല്ല വെതറാണ്, ഒരു എന്താ പറയാ, നല്ലൊരു പ്ലസന്റ് ഫീലുണ്ട്. ഒരു കാണാൻ മക്ഡൊണാൾഡ്സ്, ഓസ്ട്രിയ മക്ഡൊണാൾഡ്സ്. നമ്മളിതെല്ലാം ടേസ്റ്റ് ചെയ്യും കേട്ടോ. ചെറുതായിട്ട് നമ്മളൊരു ടർക്കിയുടെ ഒരു ടച്ചൊക്കെ ഉണ്ട്. ടച്ചുണ്ട്. ടർക്കി എന്ന് പറയാൻ കാരണം നമ്മൾ ടർക്കിയിൽ പോയിട്ടുള്ളത് കേട്ടോ. ടർക്കി എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടുള്ള കൺട്രീസിൽ ടർക്കി വെച്ച് നോക്കും, ടർക്കിയാണ് കുറച്ചും കൂടി ഒരു സിമിലർ ടച്ച് ഉള്ളത്. അവിടെയും ടർക്കിഷ് പീപ്പിൾ ആണെങ്കിലും കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. ബട്ട് ഇവിടെ ഫോറിനേഴ്സിന്റെ രീതിയെ വേറെയാണ്. സ്ട്രീറ്റ്സ് അവിടെ ഇതുപോലെ റോഡ് പാസ് ചെയ്യും. സത്യം പറഞ്ഞ് ഇവിടുത്തെ ഈ കാണുന്ന ഫോറിനേഴ്സൊക്കെ ഇവിടുത്തെ ആൾക്കാരല്ല, എല്ലാം ടൂറിസ്റ്റുകളാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എപ്പോഴും വേറെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയേക്കുവാണ്. അവരുടെ വെക്കേഷൻ ടൈം ആയിട്ട് അവർ അവിടെ പോയിക്കുന്നത്. അവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രീറ്റ്, അവിടെ കുറേ കാറ് പോകും, അപ്പുറം ഇപ്പുറം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാകും. നമുക്കിതുപോലെ വാക്ക് ചെയ്യാം. നല്ലൊരു ഫീലിംഗ് ഗുഡ്. വന്ന ഡേ തന്നെ ഒരു അടിപൊളി ഹാപ്പി, ഒരു പ്ലസന്റ് ഡേ. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തു. മോന് ഗീ റൈസും നമുക്ക് കുറച്ച് നാൻ, ബട്ടർ ചിക്കൻ എല്ലാം. പക്ഷേ ഇവിടുത്തെ ടേസ്റ്റാണ്, നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് അല്ല, ബട്ട് നല്ല നല്ല ടേസ്റ്റാണ്. എന്നെ എടുക്കുവാ എന്നെ എടുക്കുവാ ആ ഒരു സ്ട്രീറ്റ് വാക്കിന് നടക്കുന്നു. ഇവര് ഭയങ്കര എക്സൈറ്റഡാ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഡോഗ്സ് അല്ലല്ലേ, എല്ലാം ക്യൂട്ടായിട്ടുള്ള ഡോഗ്സ് ആണ്. ഐസ്ക്രീം ട്രൈ ചെയ്യണം. എനിക്കൊന്ന് ഇവിടെ ഈ സ്ട്രീറ്റിൽ എല്ലാവരും കഴിക്കുന്ന ഐസ്ക്രീംസും ഈ ബ്രെഡ് ഐറ്റംസ് ഇല്ലേ, ക്രോസോണ്ട് ഒക്കെ പോലെ, അത് നമുക്കൊന്ന് റൂമിൽ കയറിയിട്ട് നൈറ്റ് ഒന്ന് ഇറങ്ങാം. ഇവരുടെ ഉച്ച ടൈം ആണെങ്കിലും ഒരുപാട് വെയിലൊന്നുമില്ല, നമുക്ക് നടക്കാൻ പറ്റിയൊരു ടൈമാണ്. ഇവിടെ ഒരാൾ ക്രോൾ ചെയ്യുക, പിന്നെ നടക്കുക. 1 year ഉള്ള ബേബീസ് ഉള്ള പാരൻസ് ആണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി. ഇതൊരു വെതറാണ് ഏറ്റവും അടിപൊളി. നമ്മൾ പ്ലേസ് നന്നായാലും വെതർ ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ഏരിയയിൽ വന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ, ഒരു 1 year ഒക്കെ കഴിയുന്ന ബേബീസൊക്കെ ഇട്ട് വരാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മുടെ ഐറ്റനറിയിലെ എല്ലാ ഡേയും ഇത്രയും പെർഫെക്റ്റ് ആവട്ടെ. എന്താ നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകണം. ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റ് നമുക്ക് ഫുഡ് വരാനുള്ള കഫേ ടൈം കിട്ടുമെന്ന് അറിയില്ല, ഐറ്റ്നറി നോക്കിയിട്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പോകണം. ഇയാളെ ഒന്ന് മെയിൻറ്റെയിൻ ആക്കണം.
നമ്മൾ അവിടെ നിന്ന് വേണമെങ്കിൽ മറ്റേ മാനർമത്തയിലൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ 2 മണിക്കൂർ മുന്നേ ഇറങ്ങാം. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അവിടെ സന്ധ്യയായ പോലെ രാത്രിയായി, പക്ഷെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല ഇതായിരുന്നു, ലഞ്ചായിരുന്നു. നല്ല ചോയ്സ് ആയിരുന്നു. ഇവനും കുറച്ച് കംഫർട്ടബിളായി ഫുഡായിരുന്നു. നല്ല ഡെസേർട്ടും ഒക്കെ ആയിട്ട്. ഇതുകൊണ്ടോ കിടന്ന് ഉറങ്ങി പാവം. നോക്കിയിരുന്ന് ഉറങ്ങി. റൂമിൽ പോകണം, ഫ്രഷ് ആവണം, സൈറ്റ് സീയിങ്ങിന് പോകണം. റൂമിൽ പോയിട്ട് റൂം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഹോട്ടലിൽ പിന്നെ ലോബിയിലോട്ടൊന്ന് കയറിയിട്ട് കാണിച്ചു തരാം. സ്റ്റേ ചെയ്യുന്നത് പ്ലാസ പ്രീമിയം ഹോട്ടലിലാണ്. അപ്പം നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂമൊക്കെ റെഡിയാണ്. നമുക്ക് റൂമിൽ പോയി കാണാം. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ലോബിയിൽ. കീ കളക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. കുറേ ഇന്ത്യൻസിനെ നമ്മൾ കണ്ടു. കുറേ ഇന്ത്യൻസ് ഉണ്ട്. നമുക്ക് റൂമിലൊന്ന് പോകണം, പറയുന്ന ഉറക്കണം. തള്ളി ഹെൽപ്പ് ചെയ്യുമോ? വാഷ്റൂം നോക്കാം. പെട്ടു. മഗ് വേണ്ടി പാതേരിയില്ലേക്ക അതിന് പറ്റിയ പാർക്ക് ഏരിയ ഉണ്ട്. നല്ലൊരു സ്റ്റേ ഉണ്ട്. അതുപോലെ വേറൊരാളുണ്ട് ഇവിടെ. ആളുടെ ബെഡിലങ്ങ് വാവോ എന്തിരിക്കുവാ? വാവോ ഉറങ്ങുവാനോ? പോർക്കൊണ്ടോ അവിടെ? കാറിൽ പോനോ? You wanna go there? You want to go there? പോനോ? കാർ എവിടെ? കൊച്ചി ടു ഓസ്ട്രേ ഈ ട്രിപ്പിന്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രിയൻ എക്സ്പ്ലോറിംഗ് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിലെ മറ്റ് കൺട്രീസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അൻഷാദ് ഐബ് ഖാൻ. It's me Fatima Anshad signing off. Bye.